തങ്ങൾ ചെയ്ത ഒരു കുഞ്ഞു പ്രവൃത്തി മൂലം നാടിന്റെ ആകെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് ഷൊർണൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. റോഡിൽ കുഴഞ്ഞു വീണ 70-കാരന് രക്ഷകരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഷൊർണൂരിലെ സൂപ്പർ ഹീറോസ്. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗോകുൽ കൃഷ്ണ, അനന്തു കൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധു കൃഷ്ണ, ശ്രേയസ്, ശ്യാം ശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ് എന്നിവർ റോഡരികിൽ 70-കാരനായ വൃദ്ധൻ കിടക്കുന്നത് കണ്ടത്. അടുത്തെത്തിയപ്പോൾ ബോധമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഉടൻ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഖത്തേക്ക് തെളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ ഓടിച്ചെന്ന അധ്യാപകരെ കൂട്ടിക്കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണതാണെന്ന് മനസ്സിലാക്കി അടുത്തുള്ള ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അധ്യാപകരുടെ സഹായത്തോടെ ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി. അവസരോചിതമായ ഇടപെടൽ കൊണ്ട് നാടിന്റെ കയ്യടി നേടുകയാണ് ഈ കുട്ടികൾ. ഞങ്ങളെല്ലാരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോ ഞങ്ങൾ ഒരു കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു പോകണ്ടായിരുന്നു. ഞങ്ങൾ ആളെ ഇതായി കൂട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആളവിടെ വീണത് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തോ തോന്നിയപ്പോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളെ എടുത്തിട്ട് റോഡിലെ സൈഡിലേക്ക് പറ്റിയിട്ട് തലേനായിട്ട് വേഗം വെച്ചു കൊടുത്തു. വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു. തങ്ങളുടെ കുട്ടികൾ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോർത്ത് അധ്യാപകർക്ക് സന്തോഷവും അഭിമാനവും. ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് തന്നെ ആ സ്കൂൾ ബാഗ് തലയണായിട്ട് വെച്ചിട്ട് അവരത് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തം ബന്ധുക്കളെ പോലെ അവരെ ശുശ്രൂഷിച്ചിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു അത്രയ്ക്ക് അഭിമാനം തോന്നിയ ഒരു വിഷയമാണ്. ഒടുവിൽ 70-കാരനെ വീട്ടിൽ സുരക്ഷിതനായി എത്തിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. 24 പാലക്കാട്. വെൽ ഡൺ മക്കളെ. കാരണം ഇത്തിരി പോകുന്ന കുട്ടികളാണ്, അത് വലിയ പ്രായമായിട്ടുള്ള കുട്ടികളൊന്നും അല്ല. അവർക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. ആ അധ്യാപകൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് ചെറുതായിട്ട് നനയുന്നുണ്ട്. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ കാര്യം പങ്കുവെക്കുന്നത്. എന്തായാലും കുട്ടി ഹീറോസ് തന്നെയാണ് നിങ്ങൾ. ഇനിയും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടത്തണം. അപ്പോൾ അതെന്തായാലും മറ്റുള്ളവർക്ക് തണലാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.